ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്കൃതം സ്കോളർഷിപ്പ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. 2ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ചിത്രാനുസാരം ഉചിതം പദം രേഖയാ യോജയതു. ചിത്രത്തിനനുസരിച്ച് ഉചിതമായ വാക്കുകൾ വരകൾ കൊണ്ട് യോജിപ്പിക്കുക. ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു ക്യാരറ്റാണ് അല്ലേ? അപ്പോൾ ക്യാരറ്റിന് സംസ്കൃതത്തിൽ എന്താണ് പറയുന്നത്? ഗൃഞ്ജനകം. അപ്പോൾ ഗൃഞ്ജനകം എന്ന വാക്കിന് നേരെ വര വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം. അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? തക്കാളിയാണല്ലേ കാണുന്നത്. തക്കാളിക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുന്നത്? രക്തഫലമാണല്ലേ തക്കാളി. അപ്പോൾ രക്തഫലം എന്നതിന് നേരെ വര വരച്ച് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? പച്ചമുളകാണല്ലേ, ഗ്രീൻ ചില്ലി. ഗ്രീൻ ചില്ലിക്ക് എന്താണ് പറയുക? ഹരിതമരീചം. ഹരിതമരീചം കടുപൂർണം. ഇനി 4ാമത്തെ ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? വഴുതനങ്ങ അല്ലേ. വഴുതനങ്ങയ്ക്ക് എന്താണ് പറയുന്നത്? വൃന്ദാകം. വൃന്ദാകം എന്നതിന് നേരെ വരച്ച് യോജിപ്പിക്കാം. ഇനി 5ാമത്തതിൽ പൊട്ടറ്റോ ആണല്ലേ, ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിന് എന്താണ് പറയുന്നത്? ആലൂകം. ആലൂകം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അധോ ദത്തേഭ്യ ഉചിതം ഉത്തരം ചിത്വാ ശരി ചിഹ്നേന അങ്കയതു. ഉചിതമായ ഉത്തരത്തിന് ശരി ചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിക്കാനാണ്. 6ാമത്തെ ചോദ്യം നോക്കാം. സുന്ദരഗാത്ര ഡാഷ്. പുത്രവര എന്നും മിത്രവര എന്നും നൽകിയിട്ടുണ്ട്. സുന്ദരഗാത്ര എന്താണ്? മിത്രവര, സുന്ദരനായ ശരീരമുള്ള കൂട്ടുകാര, സുന്ദരമായ ശരീരമുള്ള കൂട്ടുകാര, മിത്രവര. ഓക്കെ. 7ാമത്തെ ചോദ്യം നോക്കാം. കൗ അനുസരണീയൗ. ആരെയാണ് അനുസരിക്കേണ്ടത്? എന്താണ് നമ്മൾ പഠിച്ചത്? ചപലൗ ആണോ പിതരൗ ആണോ? പിതരൗ ആണല്ലേ. പിതരൗ അനുസരണീയോ, മാതാപിതാക്കളെ അനുസരിക്കണം. 8ാമത്തെ ചോദ്യം നോക്കാം. ശാപകം ഡാഷ് ഗൃണ്ണാതി. ശാപകം. ശാപകം കോഴിക്കുഞ്ഞിനെ ആരാണ് പിടിച്ചത്? ശേനഹ ഗൃണ്ണാതി അല്ലേ. ശേനഹ പരുന്ത്. 9ാമത്തെ ചോദ്യം. ഡാഷ് ബെണ്ഡമഹം. എന്താണ്? ഉന്നത ശീർഷമാണോ വർത്തുളഗാത്രമാണോ? ഉന്നത ശീർഷമാണല്ലേ. ഉയർന്ന തലയുള്ള വെണ്ടക്കായാണെന്നാണ് വെണ്ടക്ക പറയുന്നത് അല്ലേ. ഉന്നത ശീർഷം. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. വീഴുന്നു ഇത്യസ്യ സംസ്കൃതം. വീഴുന്നു എന്നതിൻ്റെ സംസ്കൃതത്തിൽ എന്താണ് പറയുക? പതതി എന്നാണോ പഠതി എന്നാണോ? പതതി, വീഴുന്നു. 11ാമത്തെ ചോദ്യം നോക്കാം. പൂവ് ഇത്യസ്യ സംസ്കൃതം കിം. പൂവ് എന്നതിൻ്റെ സംസ്കൃത പദം എന്താണ്? സൂനം ആണോ ഗഗനം ആണോ? സൂനം. സൂനമാണ് പൂവ്. ഗഗനം എന്നാൽ ആകാശം. ഓക്കെ. 12 മുതൽ 13 വരെയുള്ള ചോദ്യം ചിത്രത്തിന് അനുയോജ്യമായ ക്രിയാപദം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ 12ാമത്തെ ചോദ്യത്തിൽ എന്താണ് കാണുന്നത്? ഒരു നായ കുരയ്ക്കുകയാണല്ലേ. കുരയ്ക്കുക എന്നതിനെന്താണ് പറയുന്നത്? ഭഷതി എന്നാണോ ഭവതി എന്നാണോ? ഭഷതിയാണ് കുരയ്ക്കുക. ഭഷതി, കുരയ്ക്കുക. ഇനി 13ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. ഒരു കുട്ടി കരയുകയാണല്ലേ. ചിത്രത്തിൽ ഒരു കുട്ടി കരയുന്നുണ്ട്. ഏതൊക്കെ വാക്കുകളാണ് തന്നത്? വിലപതി, വിലസതി. അപ്പോൾ കരയുക എന്നതിന് എന്താണ് പറയുക? വിലപതിയാണല്ലേ. വിലപതി, കരയുക, വിലപിക്കുക. 14 മുതൽ 17 വരെയുള്ള ചോദ്യത്തിന് വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കാനാണ് പറയുന്നത്. 14ാമത്തെ ചോദ്യം നോക്കാം. ചിത്ര തഗഹ. ഒരു വാക്ക് ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ടല്ലേ. പായാണോ ഷായാണോ? ചിത്ര പദഗഹ. പ എന്ന അക്ഷരമാണ് വിട്ടുപോയത്.
ഇനി 15ാമത്തെ ചോദ്യം നോക്കാം. കാര ഡാഷ് ലം. വേ ആണോ ഭേ ആണോ? നമ്മൾ പഠിച്ചത് ഏതാണ്? കാരവേലം എന്നല്ലേ നമ്മൾ പഠിച്ചത് കൈപ്പക്കയ്ക്ക്. കാര വേ ആണ് വിട്ടുപോയത്. 16ാമത്തെ ചോദ്യം. വി ഡാഷ് പതി. നായാണോ ലായാണോ? വി ലപതി. വിലപതി കരയുക. നമ്മളിപ്പോൾ നോക്കിയേ ഉള്ളൂ അല്ലേ, വിലപതി കരയുക. ഇനി 17ാമത്തെ ചോദ്യം നോക്കാം. ഷാ ഡാഷ് കഹ. ഷാ ത കഹയാണോ ഷാ ബകഹയാണോ? ഷാ ശാപകഹ അല്ലേ, ശാപകഹ കോഴിക്കുഞ്ഞ് അല്ലേ, ശാപകഹ. ഇനി 18ാമത്തെ ചോദ്യം നോക്കാം. ഉ ഡാഷ് വനം. ഷാ എന്നും പാ എന്നും തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ഉഷവനം ആണോ ഉപവനം ആണോ? ഉപവനമാണല്ലേ, പൂന്തോട്ടം, ഉപവനം. ഇനി 19 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾ അക്ഷരങ്ങൾ ക്രമീകരിച്ച് എഴുതാനാണ് പറയുന്നത്. കുറേ അക്ഷരങ്ങൾ ചിതറിയിട്ടാണ് തന്നത്, ഓർഡറിലല്ല. അത് നമ്മൾ ശരിയാക്കിയിട്ട് അർത്ഥവത്തായ ഒരു വാക്കുണ്ടാക്കണം. 19ാമത്തെ ചോദ്യം നോക്കാം. നാ മ യ ട. ഏതാണ്? ടയമാന എന്ന വാക്കാണ് ഇവിടെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുള്ളത്. ടയമാന. ഇനി 20ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. യു ക്ഷ പ ഗം എന്നാണ്. യു ക്ഷ പ ഗം. അത് ഓർഡറിലാക്കി മാറ്റിയാൽ എന്ത് കിട്ടും? നമ്മൾ പഠിച്ച ഒരു വാക്ക് കിട്ടും. പക്ഷയുഗം എന്ന് കിട്ടും. പക്ഷയുഗം എന്നാൽ ചിറകുകൾ, 2 ചിറകുകൾ. പക്ഷയുഗം. പക്ഷം എന്നാൽ ചിറകാണ്. ഇനി 21ാമത്തെ ചോദ്യം നോക്കാം. ധ്യാ യഹ വി ല. ഇനി അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഏത് വാക്കാണ് നമുക്ക് കിട്ടുക ഓർഡറിലാക്കിയാൽ? വിദ്യാലയ. വിദ്യാലയ എന്ന വാക്ക് കിട്ടും. വിദ്യാലയ, വിദ്യാലയം, സ്കൂൾ. ഓക്കെ. ഇനി 22ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. ച യാ തേ. അതൊന്ന് ഓർഡറിലാക്കി നോക്കിയേ. നമ്മൾ പഠിച്ച ഒരു വാക്ക് കിട്ടും. യാചിക്കുക എന്നതിന് സംസ്കൃതത്തിൽ എങ്ങനെയാണ് നമ്മൾ പറയുക? യാചതേ. യാചിക്കുക, യാചതേ എന്ന വാക്ക് കിട്ടും. അപ്പോൾ എല്ലാ വാക്കുകളും നമുക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് 23ാമത്തെ ചോദ്യം നോക്കാം അല്ലേ. വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കാനാണ് പറയുന്നത്. 23ാമത്തെ ചോദ്യത്തിൽ ക ഖ ഡാഷ് ഗ ങ എന്ന് തന്നിട്ടുണ്ട്. ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട്. ഷായാണോ സായാണോ ഗ ആണോ വിട്ടുപോയത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക ഖ ഗ ഘ ങ. ഗ എന്ന അക്ഷരമാണ് ഇവിടെ വിട്ടുപോയത്. ഇനി 24ാമത്തെ ചോദ്യത്തിൽ നോക്കാം. പ ഫ ബ ഭ മ എന്നല്ലേ എഴുതേണ്ടത്? പ ഫ ബ ഭ മ. അപ്പോൾ മ എന്ന അക്ഷരം എടുത്തെഴുതാം. 25ാമത്തെ ചോദ്യം നോക്കാം. യ ര ഡാഷ് വ. യ ര ല വയാണ് വേണ്ടത്. യ ര ല വ. ഷ ഷ ഷ സ ഹ നമ്മൾ പഠിച്ചിട്ടില്ലേ. യ ര ലായാണ് ഇവിടെ വിട്ടുപോയത്. ല എന്ന അക്ഷരം എടുത്തെഴുതാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. നാളെയാണ് സംസ്കൃതം സ്കോളർഷിപ്പ് എക്സാം. എല്ലാ മക്കളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.